ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ചൊവ്വയുടെ രാശിമാറ്റത്തെ പറ്റിയാണ്. ചൊവ്വ രാശി മാറുന്നത് 2024 ജൂൺ മാസം 1 മുതൽ ജൂലൈ 12 വരെയുള്ള ഒരു കാലഘട്ടമാണ്. ഒരു 42 ദിവസത്തോളം ആ ഒരു ചൊവ്വയുടെ രാശിമാറ്റം അനുഭവത്തിൽ വരും. എന്താണ് ഈ ഒരു ചൊവ്വയുടെ രാശിമാറ്റത്തിന് ഇത്ര പ്രത്യേകത എന്ന് നോക്കിയാൽ, ചൊവ്വ രാശി മാറി വരുന്നത് മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്കാണ്. മേടം എന്ന് പറയുന്നത് ചൊവ്വയുടെ സ്വന്തം ക്ഷേത്രമാണ്, സ്വന്തം രാശിയാണ്. മേടം രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ചൊവ്വ രാശിയുടെ അധിപനും മേടം ലഗ്നത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് ചൊവ്വ ലഗ്നാധിപനുമാണ്. ഇങ്ങനെയുള്ള ചൊവ്വയുടെ സ്വക്ഷേത്രത്തിലേക്ക്, സ്വന്തം രാശിയിലേക്കുള്ള ആ ഒരു രാശിമാറ്റം ഒരു 6 രാശിക്കാരെ സംബന്ധിച്ച് വളരെ നല്ല മാറ്റങ്ങൾ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ നൽകും. ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം തന്നെ രോഗങ്ങൾ, കടങ്ങൾ, ശത്രുതകൾ, കേസ് വഴക്കുകൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കുന്ന ഒരു ഗ്രഹവും, ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടം, അതുപോലെ ഗൃഹലാഭം ഇതൊക്കെ നൽകുന്ന ഒരു ഗ്രഹവുമാണ്. മനസ്സിന് നല്ല ധൈര്യം, ആത്മവിശ്വാസം ഒക്കെ നൽകുന്ന ഗ്രഹവുമാണ് ചൊവ്വ. ഈ ചൊവ്വയുടെ രാശിമാറ്റം ഒരു 6 രാശിക്കാരെ സംബന്ധിച്ച് വളരെ നല്ല ഗുണഫലങ്ങൾ ഈ ഒരു 42 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. ഇവിടെ പറയുന്നത് ചൊവ്വ എന്ന ഗ്രഹത്തിൻ്റെ രാശിമാറ്റത്തിൻ്റെ ഒരു പൊതുഫലം മാത്രമാണ്. ഇവിടെ പറയുന്ന ഈ 6 രാശികളിൽ പെട്ട നക്ഷത്രങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ജനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഇപ്പോൾ നടക്കുന്ന ദശാകാലങ്ങളും നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കും. ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഗുണഫലം വളരെയധികം ലഭിക്കും. ഒരു പാപഗ്രഹത്തിൻ്റെ ദശയാണെങ്കിൽ ആ ഗുണഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടും. ഒരു ഗുണദോഷ സമ്മിശ്ര ഫലം നൽകുന്ന ഗ്രഹത്തിൻ്റെ ദശയാണെങ്കിൽ അതുപോലുള്ള മാറ്റങ്ങൾ അനുഭവത്തിലുണ്ടാകും. നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം ജനന ജാതകത്തിനും ജീവിതത്തിൽ അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. പലരും യൂട്യൂബിലും മറ്റും കാണുന്ന രാശിഫലങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല, ഈ ഒരു സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ എന്തെങ്കിലും തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ജാതകവശാൽ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം ചെയ്താൽ വളരെ പെട്ടെന്ന് മാറ്റം ലഭിക്കുന്ന ഒരു സമയമാണ് ഇത്. ഇനി ഏതൊക്കെ രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകർക്കാണ് ഈ ഒരു ചൊവ്വയുടെ രാശിമാറ്റം വളരെയധികം ഗുണഫലങ്ങൾ നൽകുന്നത് എന്ന് നോക്കാം. അതിൽ ആദ്യം മേടം രാശിക്കാരാണ്. മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെ നല്ല ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന ഒരു സമയമാണ് ജൂൺ മാസം 1 മുതൽ ജൂലൈ 12 വരെയുള്ള ഒരു കാലഘട്ടം. ചൊവ്വ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപൻ, അഷ്ടമത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന പൂർണ്ണ ശുഭഗ്രഹമാണ്. അങ്ങനെയുള്ള ഗ്രഹം മേടം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയിലേക്ക് തന്നെ, സ്വന്തം രാശിയിൽ തന്നെ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്, ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം. അപ്പോൾ പൊതുവെ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടുന്ന മേടം രാശിക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മാറുകയും ശരീരത്തിനൊരു പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന ഒരു സമയവുമാണ്. അതുപോലെ തന്നെ മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഗുണഫലങ്ങൾ, നന്മകൾ മേടം രാശിക്കാരെ തേടിയെത്തുന്ന സമയമാണ് ഈ ഒരു കാലഘട്ടം. നിങ്ങളെ സംബന്ധിച്ച് ഭൂമി സംബന്ധമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ആ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറും. അതുപോലെ അപ്രതീക്ഷിതമായിട്ടൊരു ഭൂമി വാങ്ങുവാനുള്ള യോഗം, അതുപോലെ ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുള്ള യോഗമൊക്കെ ഈ സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഇതിനു മുൻപ് ഗൃഹനിർമ്മാണം ആരംഭിച്ച് ഒരു പകുതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ തക്ക തരത്തിലുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളിലേക്ക് വന്നു ചേരും. പൊതുവെ മേടം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് ഒരു ധനവരവ്, ഒരു സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലുള്ള കടബാധ്യതകളോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ പരിഹരിക്കത്തക്ക തരത്തിൽ ഒരു നല്ല മാറ്റങ്ങളുമാണ് ഈ ഒരു ചൊവ്വയുടെ രാശിമാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. മനസ്സിന് നല്ല സന്തോഷം ലഭിക്കും, സമാധാനമുണ്ടാകും, നല്ല ആത്മവിശ്വാസം ലഭിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം, ഗുണഫലം. മേടം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് സാധിക്കുന്നൊരു സമയമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരു നന്മ, ഒരു ഗുണഫലം, ഒരു നേട്ടം ഉണ്ടാകണമെങ്കിൽ ഒരുപാട് വർഷത്തിൻ്റെയോ കാലത്തിൻ്റെയോ കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല.
ഒരു നിമിഷം മതിയാകും ഒരു നല്ല മാറ്റത്തിന്. ഈ ഒരു ചൊവ്വയുടെ രാശിമാറ്റം മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള നേട്ടം, ഭൂമി ഗൃഹലാഭം, സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി, കടബാധ്യതകൾ വിട്ടുമാറുന്നതിനുള്ള ഒരു വഴി തുറന്നു കിട്ടുന്നത്, ശത്രുതകൾ, കേസ് വഴക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം, അങ്ങനെ എല്ലാവിധ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുന്ന സമയമാണ്. ഈ ഒരു സമയം സ്വന്തം ജനനജാതക പ്രകാരം ചൊവ്വ നിങ്ങൾക്ക് ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത്, ഇപ്പോൾ ചൊവ്വ ദശ നടക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ, അതുപോലെ മറ്റേതെങ്കിലും ദശയിൽ ചൊവ്വയുടെ അപഹാരമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സ്വന്തം ജനനജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഈ ഒരു ചൊവ്വയുടെ രാശിമാറ്റം മേടം രാശിക്കാരായ നിങ്ങൾക്ക് സർവ്വൈശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്രജാതകരെ സംബന്ധിച്ച് വളരെയധികം ഐശ്വര്യം നിറഞ്ഞ ഒരു സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രജാതകരെ സംബന്ധിച്ച് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹമാണ് നിങ്ങളുടെ പൂർവ്വപുണ്യ സ്ഥാനത്തിൻ്റെ അധിപതി, അതായത് ഈശ്വരാനുഗ്രഹം. ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഫലം, നിങ്ങളുടെ പൂർവികർ ചെയ്ത ഗുണഫലങ്ങൾ, ആ ഒരു കർമ്മത്തിൻ്റെ ഫലം, അവരവരുടെ സന്താനങ്ങളെ കുറിക്കുന്ന ഭാവത്തിൻ്റെ അധിപതിയും അതുപോലെ 10ാം ഭാവമായ കർമ്മസ്ഥാനത്തിൻ്റെ അധിപതിയുമാണ്. ഇത്രയും ശുഭനായിട്ടുള്ള യോഗകാരകനായിട്ടുള്ള ഗ്രഹമാണ്. അതായത് കർക്കിടകം രാശിയിൽ ജനിച്ച, അതുപോലെ കർക്കിടകം ലഗ്നത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ചും ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹമാണ് നിങ്ങൾക്ക് യോഗകാരകൻ, ഏറ്റവും അധികം ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹം. അങ്ങനെയുള്ള ചൊവ്വ നിങ്ങൾക്ക് 10ാം ഭാവത്തിൻ്റെ അധിപതി, കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം നിങ്ങൾക്ക് 10ാം ഭാവമായ കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം ആരംഭിക്കുകയാണ് ജൂൺ 1 മുതൽ. കർക്കിടകം രാശിക്കാരെ പറ്റി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധിച്ച്, കർമ്മം സംബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വിട്ടുമാറുന്ന സമയം എന്ന് തന്നെ പറയാം. ഒരു ജോലി ഇല്ലാതെ കുറേ കാലമായിട്ടിരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ പോലും ജൂൺ 1 മുതൽ പരിശ്രമിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ അല്ലെങ്കിൽ സ്വന്തം തൊഴിൽ, ബിസിനസ് മേഖലകളിലൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ശത്രുതകളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന സമയം. പലരെയും സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു പദവി ഉയർച്ച, ഒരു നല്ലൊരു സ്ഥാനമാറ്റം, ഒരു പ്രമോഷൻ ഒക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ കർമ്മ മേഖലകളിൽ ഉയരാൻ പറ്റുന്ന സമയം. അതുപോലെ കർക്കിടകം രാശിയിൽപ്പെട്ട പല വ്യക്തികളെയും സംബന്ധിച്ച് സർക്കാർ സർവീസിലേക്ക് ഒരു ജോലിക്ക് പ്രവേശിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. അതുപോലെ കർക്കിടകം രാശിയിൽപ്പെട്ട ചില വ്യക്തികൾക്ക് യൂണിഫോം സർവീസിൽ ജോലി ലഭിക്കുന്ന ഒരു സമയമാണ് ജൂൺ 1 മുതൽ ആരംഭിക്കുന്നത്. അത് പോലീസ്, ആർമി, അതുപോലെയുള്ള യൂണിഫോം സർവീസിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന ഒരു സമയമാണ്. അതിനൊക്കെ പരിശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് കർക്കിടകം രാശിക്കാർക്ക് ആ ജോലി ലഭിക്കും. സ്വന്തമായി ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ ആ കടബാധ്യതകളൊക്കെ പരിഹരിക്കാനും ഒരു നല്ലൊരു സാമ്പത്തിക അഭിവൃദ്ധി, നിങ്ങളുടെ കർമ്മ മേഖലയിൽ നല്ല ഉയർച്ച, കർമ്മം കൊണ്ട് ധനവരവ് ലഭിക്കുന്ന സമയമാണ്. പൊതുവെ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ജൂൺ 1 മുതൽ നിങ്ങളുടെ കർമ്മ മേഖലയിൽ ജോലി, തൊഴിൽ, ബിസിനസ് രംഗങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും പ്രശ്നങ്ങളും വിട്ടുമാറി വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയം. കർമ്മ മേഖല കൊണ്ട് ഏറ്റവും ജീവിതത്തിൽ ഉയരുന്ന സമയം എന്ന് തന്നെ പറയാം. അതുപോലെ പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമി, ആ സ്വത്ത് വകകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. അതുപോലെ ഒരുപാട് കാലങ്ങളായി വിവാഹം കഴിഞ്ഞ് ഒരു സന്താന ഭാഗ്യത്തിനായിട്ട് കാത്തിരിക്കുന്ന കർക്കിടകം രാശിക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സന്താന ഭാഗ്യത്തിന്, നിങ്ങളിതിനു മുൻപ് നടത്തി വന്ന ചികിത്സകൾക്കൊക്കെ ഫലം ലഭിക്കുന്ന ഒരു സന്താന ഭാഗ്യത്തിനുള്ള സമയമാണ്. അതുപോലെ കർക്കിടകം രാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും അവരവരുടെ സന്താനങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പല നന്മകൾ ചെയ്യാൻ പറ്റുന്ന സമയവും അവരവരുടെ കുട്ടികളുടെ മുന്നോട്ടുള്ള ജീവിതത്തിലെ ഉയർച്ച കണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു മനസ്സിന് സന്തോഷം, സുഖം ലഭിക്കും. അതുപോലെ അവരവരുടെ സന്താനങ്ങളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മനസ്സുഖം, സന്തോഷം, അവരുടെ ഒരു പരിചരണമൊക്കെ ലഭിക്കുന്ന ഒരു സമയവുമാണ്. ഒരുപാട് ഈശ്വരാനുഗ്രഹമാണ് കർക്കിടകം രാശിക്കാർക്ക് ഈ ഒരു ചൊവ്വയുടെ രാശിമാറ്റം നൽകുന്നത്.
വളരെ മംഗളകരമായിട്ടുള്ള പല ഗുണഫലങ്ങളും ഈ സമയത്ത് നടക്കും. കർക്കിടകം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടൊരു ഭൂമി വാങ്ങുക, ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുള്ള യോഗം, മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാനുള്ള യോഗമൊക്കെ ലഭിക്കും. നല്ല സന്തോഷം, സമാധാനം, സുഖം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ കർക്കിടകം രാശിക്കാർക്ക് ഈ ചൊവ്വയുടെ രാശിമാറ്റം നൽകും. ഈ ഒരു സമയം കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ആ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ചൊവ്വ ദശയാണോ നടക്കുന്നത്, അതല്ലെങ്കിൽ മറ്റ് ഗ്രഹത്തിൻ്റെ ഒരു ദശയാണെങ്കിൽ ചൊവ്വയുടെ അപഹാരമാണോ, ചൊവ്വയുടെ ജാതകത്തിലെ സ്ഥാനവും ഭാവവും ഒക്കെ മനസ്സിലാക്കുക. ഇപ്പോൾ നടക്കുന്ന ദശാകാലങ്ങളൊക്കെ നോക്കി ആ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങളാണ് ലഭിക്കുക. കർമ്മമേഖലയിലുള്ള തടസ്സങ്ങൾക്കൊക്കെ മാറ്റമുണ്ടാകുന്ന സമയം. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ചൊവ്വയുടെ രാശിമാറ്റം സർവൈശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപതി, 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവും 4ാം ഭാവമായ സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവും അതുപോലെ അവരവരുടെ മാതാവ്, ഗൃഹം ഇതിനെയൊക്കെ കുറിക്കുന്ന ഗ്രഹവുമാണ്. നിങ്ങൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള നല്ല ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. ഭാഗ്യമെന്ന് പറയുന്നത് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പലർക്കും പല തരത്തിലായിരിക്കും അനുഭവം. ചിലർക്ക് ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന നല്ലൊരു ജോലി ലഭിക്കുന്നത്, അല്ലെങ്കിൽ ജോലിയിലുള്ള ഉയർച്ച, നല്ല മാറ്റങ്ങൾ, ആ കർമ്മ മേഖലയിൽ ലഭിക്കുന്ന ഗുണഫലങ്ങളാകാം. മറ്റു ചിലരെ സംബന്ധിച്ച് അവരവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ഉണ്ടാകുന്ന പുരോഗതി, അതുപോലെ തന്നെ സ്വന്തമായി ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഭൂമി, സ്വന്തമായിട്ടൊരു ഭൂമി അവരവരുടെ പേരിൽ ലഭിക്കുക, സ്വന്തമായിട്ടൊരു ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുള്ള യോഗം, ഇതൊക്കെ വന്നു ചേരും. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാനുള്ള യോഗം, അതുപോലെ തന്നെ വളരെ മംഗളകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം, ഒരു വിവാഹ ജീവിതമൊക്കെ ലഭിക്കുന്ന ഒരു സമയവുമാണ്. പൊതുവെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനവരവ്, ഒരു ഭാഗ്യാനുഭവമാണ് ചിങ്ങം രാശിക്കാർക്ക് ഈ ചൊവ്വയുടെ രാശിമാറ്റം നൽകുന്നത്. മനസ്സിന് സന്തോഷം, സുഖം, സമാധാനം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകും. സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യം കൂടി ചൊവ്വ വഹിക്കുന്നതിനാലും ചൊവ്വ ഭാഗ്യാധിപതി ആയതുകൊണ്ടും ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ചിങ്ങം രാശിക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിലൊക്കെ നല്ല പുരോഗതിയും ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടുന്ന ഒരു സമയവുമാണ്. മനസ്സിന് ഒരു സന്തോഷം, സുഖം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ ജൂൺ 1 മുതൽ അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ട്, ഈശ്വരാനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്ന ഒരവസ്ഥ വന്നു ചേരും. പലരെയും സംബന്ധിച്ച് സ്വന്തമായി ഗൃഹം എന്നുള്ള ഒരാഗ്രഹം തീർച്ചയായിട്ടും അനുഭവത്തിൽ വരും. അതിനുവേണ്ട ഭൂമി, മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ലഭിക്കുന്നത്. മനസ്സിന് നല്ല ധൈര്യം, ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസമൊക്കെ വന്നു ചേരും. നിങ്ങൾക്ക് കുറേ കാലങ്ങളായിട്ട് ലഭിക്കാതിരുന്നൊരു സുഖ അനുഭവം തീർച്ചയായിട്ടും ഈ ഒരു ചൊവ്വയുടെ രാശിമാറ്റം നിങ്ങൾക്ക് നൽകും. ഭാഗ്യാധിപതി കൂടി ആയതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവ്, ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു നല്ല മാറ്റവും നിങ്ങളിലേക്ക് വന്നു ചേരും. പലർക്കും പലതരത്തിലായിരിക്കും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുക. അത് ഓരോരുത്തരുടെയും ആ കർമ്മത്തിനനുസരിച്ച്, ആ ജാതകത്തിനനുസരിച്ചിട്ടാണ് ആ ഫലം വന്നു ചേരുന്നത്. പൊതുവെ നിങ്ങളെ സംബന്ധിച്ച് ചൊവ്വയുടെ രാശിമാറ്റം ജൂൺ 1 മുതൽ ഒരു നല്ല ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു ജോലി ലഭിക്കുന്നതിലും, ഒരു നല്ലൊരു വിവാഹബന്ധം വന്നു ചേരുന്നതും, ആരോഗ്യപരമായിട്ടുള്ള ഒരു നല്ല ഒരു മുന്നേറ്റവും, അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവും, ഗൃഹനിർമ്മാണ ഭാഗ്യവും, വണ്ടി വാഹന യോഗങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിട്ടുമാറും. കാരണം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹമാണ് നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യം, ഈശ്വരാനുഗ്രഹം നൽകുന്നത്. ഭാഗ്യാധിപതി ഭാഗ്യസ്ഥാനത്ത് തന്നെ സഞ്ചരിക്കുന്ന കാലഘട്ടം ചിങ്ങം രാശിക്കാരായ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നന്മകൾ അനുഭവത്തിൽ വരും. ചിങ്ങം രാശിയിൽപ്പെട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായൊരു ധനവരവ്, ഒരു നല്ല നേട്ടം, ബിസിനസ്സിലൊക്കെ ഒരുപാട് പുരോഗതികളൊക്കെ വരുന്ന സമയമാണ്. അതുപോലെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു നല്ല ഒരു മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ കർമ്മ മേഖലയിൽ ജോലിയിൽ വന്നു ചേരും. നല്ലൊരു ജോലിക്ക് ശ്രമിച്ചാൽ ആ ജോലി ലഭിക്കുന്ന സമയവുമൊക്കെയാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ചിങ്ങം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ നോക്കി, ജാതകവശാൽ ചൊവ്വാദശയാണോ നടക്കുന്നതിപ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൽ ചൊവ്വയുടെ അപഹാരമാണോ എന്നൊക്കെ നോക്കി സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ കൂടുതൽ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.
സ്വന്തം ജനന ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ചൊവ്വയുടെ രാശിമാറ്റം സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഈ ചൊവ്വയുടെ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കും. ഇതിൽ പ്രധാന കാരണം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനാണ് ചൊവ്വ. വൃശ്ചികം ലഗ്നത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് ലഗ്നാധിപതി പൂർണ്ണ ശുഭൻ. വൃശ്ചികം രാശിക്കാരായ നിങ്ങൾക്ക് ചൊവ്വ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. 6-ാം ഭാവം എന്ന് പറയുന്നതാണ് രണരോഗ ശത്രുസ്ഥാനം. കടങ്ങൾ, രോഗങ്ങൾ, ശത്രുതകൾ, കേസ് വഴക്കുകൾ, എതിർപ്പുകൾ, ഇങ്ങനെ എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നൽകുന്നു. ഈ നെഗറ്റീവുകളെ ഒക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്ന ഗ്രഹമാണ് നിങ്ങൾക്ക് ചൊവ്വ 6-ാം ഭാവത്തിൻ്റെ അധിപതി. അപ്പോൾ ചൊവ്വയുടെ രാശിമാറ്റം സംഭവിക്കുന്ന ആ ഒരു കാലഘട്ടം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറും. ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന അവസ്ഥ. അതുപോലെ കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കത്തക്ക തരത്തിലുള്ള ഒരു നല്ല മാറ്റം, അതിനൊരു വഴി നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടും എന്നുള്ളതാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തവരില്ല. പക്ഷേ അതിനെ അതിജീവിക്കാനായിട്ടൊരു മാർഗം, ഒരു സാമ്പത്തിക ഒരു വരവ് ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു നല്ല മാറ്റങ്ങളുണ്ടാകും. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളുടെ ഇടയിലോ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ മറ്റെവിടെയാണെങ്കിലും നിങ്ങൾക്കൊരു ശത്രുത, ഒരു എതിർപ്പുണ്ടെങ്കിൽ ആ ശത്രുതകൾ, എതിർപ്പുകളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ജോലി ചെയ്യുന്ന ഇടങ്ങളിലും കുടുംബജീവിതത്തിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് യാതൊരു ശത്രുതകളും എതിർപ്പുകളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയം. കടബാധ്യതകൾ, രോഗങ്ങൾ, ശത്രുതകളൊക്കെ വിട്ടുമാറും. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഭൂമി സംബന്ധമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഭൂമി സ്വത്ത് സംബന്ധമായിട്ട് ഏതെങ്കിലും കേസ് വഴക്കുകൾ, പ്രശ്നത്തിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിനൊരു മാറ്റമുണ്ടാകും. ഏതെങ്കിലും ഒരു ഭൂമി വിറ്റ് അതിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് നിങ്ങളുടെ കടബാധ്യത തീർക്കാൻ കുറേ കാലമായി ആഗ്രഹിച്ച് വസ്തു, ഭൂമി വിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഈ ഒരു ജൂൺ 1 മുതലുള്ള സമയം നിങ്ങളുടെ വസ്തു വിറ്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു പണം ലഭിക്കുന്ന സമയം. അതുപോലെ പലർക്കും സ്വന്തമായിട്ട് ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പോലെ സ്വന്തം പേരിലൊരു ഭൂമി ലഭിക്കുന്ന, അല്ലെ ഭൂമി വാങ്ങാൻ പറ്റുന്ന യോഗമുള്ള കാലഘട്ടം. ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കാൻ സാധ്യതയുള്ള സമയവുമാണ്. മുടങ്ങിക്കിടന്നിരുന്ന ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറുക, മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുക, ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറും. നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സമാധാനം, സന്തോഷം ലഭിക്കുക, മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സാധിക്കുന്ന ഒരു സമയവും കൂടിയാണ്. ഒരുപാട് നാളുകളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ ഒരു ചൊവ്വയുടെ രാശിമാറ്റം നിങ്ങൾക്ക് നൽകും. എടുത്തു പറയേണ്ടത്, മുന്നോട്ട് നല്ലൊരു ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ സംബന്ധിക്കുന്ന ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്ന എല്ലാത്തരം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറുന്ന ഒരു സമയമാണ്. ഇതിനെ വൃശ്ചികം രാശിക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയം വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ജാതകവശാൽ ചൊവ്വാദശയാണോ അല്ലെങ്കിൽ ചൊവ്വയുടെ അപഹാരമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് പൊതുവെ എടുത്തു പറയുകയാണെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെ തന്നെ കടന്നു പോകുന്നവരാണ് ധാരാളം പേര്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ചൊവ്വയുടെ രാശിമാറ്റം അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ, നന്മകൾ, മുന്നോട്ട് നിങ്ങൾക്ക് കുറേ കാലം മുന്നോട്ട് സഞ്ചരിക്കാൻ തക്ക തരത്തിൽ ഒരു അടിത്തറ നൽകുന്ന തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു നന്മ, ഒരു ഗുണഫലം, ഒരു നേട്ടമൊക്കെ ഉണ്ടാകണമെങ്കിൽ ഒരുപാട് വർഷത്തിൻ്റെയോ കാലത്തിൻ്റെയോ കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല, ഒരു നിമിഷം മതി. അങ്ങനെ വൃശ്ചികം രാശിക്കാരായ നിങ്ങളുടെ രാശ്യാധിപനും വൃശ്ചികം ലഗ്നത്തിൽ ജനിച്ച നിങ്ങളുടെ ലഗ്നാധിപനുമായ ചൊവ്വയുടെ ഈ ഒരു രാശിമാറ്റം നടക്കുന്ന നാളുകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. നല്ല പ്രാർത്ഥനയോടുകൂടി അവരവരുടെ ജനന ജാതകമൊക്കെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഈ ചൊവ്വയുടെ രാശിമാറ്റം വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിട്ടാണ്. പൊതുവെ ധനുരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതിയാണെങ്കിലും
ഒന്നും അത്ര അനുകൂലമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ചൊവ്വയുടെ രാശിമാറ്റം വളരെയധികം ഗുണഫലങ്ങൾ നൽകുന്ന ഒന്നാണ്. ചൊവ്വ നിങ്ങൾക്ക് 5-ാം ഭാവമായ പൂർവ്വ പുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ് ജൂൺ 1 മുതൽ. നിങ്ങളെ സംബന്ധിച്ചും ധനുരാശിക്കാർക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതി തന്നെയാണ് ചൊവ്വ. പൂർവ്വപുണ്യമെന്ന് പറഞ്ഞാൽ ഈശ്വരാനുഗ്രഹം എന്ന് തന്നെയാണ് അതിനർത്ഥം. ധനുരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഈശ്വരാനുഗ്രഹം വന്നു ചേർന്ന് ആ ഒരു ഈശ്വര കൃപയാൽ ജീവിതത്തിലെ പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ശുഭ ചിലവുകൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവും കൂടെയാണ്. ഈ ഒരു ചൊവ്വയുടെ രാശിമാറ്റം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള ചില മാറ്റങ്ങൾ ഗുണഫലങ്ങൾ നൽകും. എടുത്തു പറയേണ്ടത് പൂർവികപരമായിട്ട് ലഭിക്കേണ്ടതായിട്ടുള്ള ഭൂമി, സ്വത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വിട്ടുമാറി അതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പൂർണ്ണ വിജയത്തിലെത്തുന്ന സമയം. കാരണം ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് ഏത് കാര്യങ്ങൾക്കിറങ്ങിയാലും അതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ഈശ്വരാനുഗ്രഹമുള്ളതിനാൽ അനുയോജ്യമായിട്ടുള്ള വിവാഹ ആലോചനകൾ വന്നു ചേരുന്ന സമയം. ചില വ്യക്തികളെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു പുനർവിവാഹത്തിനുള്ള സാധ്യതയുണ്ട്. പുനർവിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യമുള്ള സമയമാണ്. വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യമില്ല, സന്താന ഭാഗ്യത്തിനായിട്ട് ചികിത്സകളും മറ്റും നടത്തി വരുന്നവരാണെങ്കിൽ ആ സന്താന ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. കാരണം പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതി പൂർവ്വപുണ്യസ്ഥാനത്ത് തന്നെ സഞ്ചരിക്കുമ്പോൾ സന്താനപരമായിട്ടൊരു യോഗം, ഭാഗ്യം വന്നു ചേരും. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്കുടെ ഒരു ഉയർച്ചയ്ക്ക്, ഭാവിക്ക് വേണ്ടി എന്തൊക്കെയാണോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ചെയ്ത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വരും. അവരവരുടെ സന്താനങ്ങളുടെ, കുട്ടികളുടെ ജീവിതത്തിൽ ഉയർച്ച, നന്മകൾ കണ്ട് അവർക്ക് ലഭിക്കുന്ന നന്മകൾ കണ്ട് മനസ്സിന് സന്തോഷം, സുഖം ലഭിക്കുന്ന സമയം. അതുപോലെ തന്നെ ധനുരാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ കുട്ടികളിൽ നിന്ന് ഒരുപാട് നന്മകൾ, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല നന്മകളും ഭാഗ്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ് ഈ ഒരു ചൊവ്വയുടെ രാശി മാറ്റം നൽകുന്നത്. കുറേ കാലമായിട്ട് സന്താനങ്ങളെ വേർപിരിഞ്ഞിരുന്നവരാണെങ്കിൽ അവരുമായിട്ടൊക്കെ കൂടിച്ചേരാനുള്ള ഭാഗ്യവും യോഗവും വന്നു ചേരുന്ന സമയം. പൊതുവെ ഒരു ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ട് ധനുരാശിക്കാരെ സംബന്ധിച്ച് ചെയ്യുന്ന ജോലി, തൊഴിൽ മേഖലകളിലൊക്കെ ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റം, ഗുണഫലങ്ങൾ ഒക്കെ വരും. പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിട്ടുമാറുന്ന ഒരു സമയവും കൂടെയാണ്. അപ്രതീക്ഷിതമായ ചില യാത്രകൾ ഈ സമയത്ത് ധനുരാശിക്കാർക്ക് വന്നു ചേരും. ധനുരാശിക്കാരെ സംബന്ധിച്ച് ഒരു 60 വയസ്സിലൊക്കെ പ്രായമുള്ളവരാണെങ്കിൽ ഒരുപാട് കാലങ്ങളായി ചില പുണ്യക്ഷേത്രങ്ങൾ, തീർത്ഥാടന സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അപ്രതീക്ഷിതമായി ഈ കാലഘട്ടങ്ങളിൽ യാത്രകൾ തീർച്ചയായിട്ടും അനുഭവത്തിലുണ്ടാകും. അതുപോലെ ചില ശുഭച്ചിലവുകൾ ധനുരാശിക്കാർക്ക് നടക്കുന്ന സമയമാണ് ഈ ജൂൺ 1 മുതൽ. ശുഭച്ചിലവുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളിൽ പലർക്കും ഒരു ഭൂമി സ്വന്തമായി വാങ്ങുവാനുള്ള യോഗമുണ്ടാകും. ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുള്ള യോഗവും വന്നു ചേരുന്ന സമയമാണ്. ഭൂമി, സ്വത്ത് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, വ്യവഹാരങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരുന്ന സമയമാണ്. പൊതുവെ ഭൂമികാരകൻ കൂടി ആയതുകൊണ്ട് ചൊവ്വ നിങ്ങളെ സംബന്ധിച്ച് പൂർവികപരമായിട്ടുള്ള സ്വത്ത്, ഭൂമി വന്നു ചേരുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഭവനം നിർമ്മിക്കാനായിട്ടുള്ള ഒരു തുടക്കം നൽകാൻ സാധിക്കുക, സ്വന്തമായി ഭൂമി യോഗമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ധനുരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയം ധനുരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചൊവ്വ ദശയാണോ നടക്കുന്നത്, അതല്ലെങ്കിൽ മറ്റ് ഗ്രഹത്തിൻ്റെ അപഹാരത്തിൽ മറ്റ് ഗ്രഹത്തിൻ്റെ ദശയിൽ ചൊവ്വയുടെ അപഹാരമാണോ നടക്കുന്നത് നോക്കുക. അങ്ങനെ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. കാരണം പൂർവ്വപുണ്യസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഈശ്വരാനുഗ്രഹത്തെ കുറിക്കുന്നതാണ്. ആ ഈശ്വരാനുഗ്രഹത്തെ കുറിക്കുന്ന ഭാവത്തിൻ്റെ അധിപതി ആ പൂർവ്വപുണ്യസ്ഥാനത്ത് തന്നെ സഞ്ചരിക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വിട്ടുമാറുന്ന സമയം. അത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും വിട്ടുമാറും, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറും, കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾക്കൊക്കെ മാറ്റം ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് അവരുടെ ജനന ജാതകം കൂടെ നോക്കി മുന്നോട്ട് പോയാൽ ഉത്തമമാണ്.
ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ചൊവ്വയുടെ രാശിമാറ്റം നിങ്ങൾ ധനുരാശിക്കാർക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവൈശ്വര്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ചൊവ്വയുടെ രാശിമാറ്റം നിങ്ങൾക്ക് നൽകുന്നത് ധനപരമായിട്ടുള്ള ഒരു അഭിവൃദ്ധി, ഒരു മുന്നേറ്റമാണ്, സാമ്പത്തിക ഉയർച്ച. ഇതെടുത്തു പറയാൻ കാരണം മീനം രാശിക്കാരെ സംബന്ധിച്ച് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹമാണ് ധനകാരകൻ, രണ്ടാം ഭാവമായ ധനസ്ഥാനത്തിൻ്റെ അധിപതി, വാക്സ്ഥാനത്തിൻ്റെ അധിപതി, കുടുംബസ്ഥാനത്തിൻ്റെ അധിപതി, അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപതിയും ചൊവ്വയാണ്. അപ്പോൾ ഭാഗ്യത്തിൻ്റെ അധിപതിയും ധനത്തിൻ്റെ അധിപതിയും ഒരാളായതുകൊണ്ടും ഒരേ ഗ്രഹമായതുകൊണ്ടും അങ്ങനെയുള്ള ചൊവ്വ നിങ്ങൾക്ക് ധനസ്ഥാനത്ത് തന്നെ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ആരംഭമായതുകൊണ്ടും മീനം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായൊരു സാമ്പത്തിക അഭിവൃദ്ധി, ധനപരമായിട്ടുള്ള നേട്ടം വന്നു ചേരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭാഗ്യം, വളരെയധികം ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയമാണ്. പൊതുവെ മീനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, തൊഴിൽ മേഖലയിൽ നേരിട്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളും തടസ്സങ്ങളും വിട്ടുമാറി കർമ്മം കൊണ്ട് ധനം വന്നു ചേരുക, ലാഭം വന്നു ചേരുന്ന ഒരു സമയമാണ്. പലർക്കും പലതരത്തിലായിരിക്കും ഈ ധനഭാഗ്യം വന്നു ചേരുന്ന. ചില വ്യക്തികളെ സംബന്ധിച്ച് ഭൂമിയുടെ ആ ഒരു രൂപത്തിലാകും ആ ഒരു ഭാഗ്യം വന്നു ചേരുക. അങ്ങനെ പലർക്കും പലതരത്തിലാണ് ഈ ഒരു ഭാഗ്യം, ഈശ്വരാനുഗ്രഹം വന്നു ചേരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങൾ നടക്കുന്ന ഒരു സമയവും കൂടിയാണ് ജൂൺ 1 മുതൽ. പലരെയും സംബന്ധിച്ച് സ്വന്തമായി ഭൂമി വാങ്ങുക, ഗൃഹനിർമ്മാണം ആരംഭിക്കുക, മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുക, കുടുംബത്തിലൊരു സന്തോഷം, സമാധാനം, വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ ഒക്കെ നടക്കുന്ന ഒരു സമയവും കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച് മംഗളകാരകനായ ഈ ഒരു ചൊവ്വയുടെ രാശിമാറ്റം നൽകുന്നത്. അപ്രതീക്ഷിതമായ ഭാഗ്യം, ചില വ്യക്തികൾ ഒരുപാട് കാലങ്ങളെ ഒരു വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അപ്രതീക്ഷിതമായി വിദേശ ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു സമയം. അതുപോലെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വിദേശ നാടുകളിൽ പോകാനായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിരുന്നവരാണെങ്കിൽ അതൊക്കെ വിട്ടുമാറി വിദേശ നാടുകളിൽ വിദ്യാഭ്യാസം, ജോലി, ഇതിനൊക്കെ പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ്. ഭാഗ്യത്തിൻ്റെ സമയം. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമി ഒക്കെ കയ്യിലേക്ക് വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ്. നിങ്ങളുടെ വാക്കിന് തന്നെ എല്ലായിടത്തും ഒരു നല്ല വില ലഭിക്കുന്ന സമയം. അപ്രതീക്ഷിതമായിട്ടുള്ള ധനഭാഗ്യം, ധനലാഭം ലഭിക്കുക, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളുടെ പാരമ്പര്യ വഴിയിൽ വന്നു ചേരേണ്ട സ്വത്തുവകകളൊക്കെ വന്നു ചേരുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭവുമാണ്. പൊതുവെ മീനം രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഗുണഫലം ചൊവ്വ നിങ്ങൾക്ക് നൽകും. ഭാഗ്യാധിപതിയാണ്. സ്വന്തമായിട്ടൊരു വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്ന ഒരു സമയം. അതുപോലെ മീനം രാശിയിൽപ്പെട്ട ഒരുപാട് വ്യക്തികൾ ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ഒരു ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ ജൂൺ 1 മുതലുള്ള കാലഘട്ടം നിങ്ങൾക്ക് പലർക്കും ഒരു സർക്കാർ സർവീസിലേക്ക് ഒരു ജോലി ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഒരുപാട് നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങളാണ് നിങ്ങൾ മീനം രാശിക്കാരെ ഈ ഒരു സമയത്ത് കാത്തിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏതുതരം പ്രശ്നങ്ങളാണെങ്കിലും, അത് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ, അതുപോലെ സഹോദരങ്ങളുടെ ഇടയിലൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ പോലും അതൊക്കെ വിട്ടുമാറുന്ന ഒരു സമയം, ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. പൊതുവെ സ്വന്തം ബന്ധങ്ങളിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില നല്ല ഗുണാനുഭവങ്ങൾ, സഹായങ്ങളൊക്കെ വന്നു ചേരും. അതുപോലെ സഹോദര വഴിയിൽ സഹോദരങ്ങളുമായിട്ടുണ്ടായിരുന്ന പിണക്കങ്ങളോ അല്ലെ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ വിട്ടുമാറുക. അതുപോലെ സഹോദരങ്ങളുമായിട്ടൊക്കെ ഒന്ന് കൂടിച്ചേരാനുള്ള സമയം, സഹോദര വഴിയിൽ ഒരു ഗുണഫലങ്ങൾ വന്നു ചേരുന്ന സമയത്തിൻ്റെ ആരംഭവുമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷം, ഒരു സമാധാനം, സുഖം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവം നിങ്ങൾ മീനം രാശിക്കാർക്കുണ്ടാകും. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ്. സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ വിട്ടുമാറുന്ന സമയം. കുടുംബത്തിൽ സന്തോഷം, സമാധാനം, സുഖം വന്നു ചേരും. ധനപരമായിട്ടുള്ള അഭിവൃദ്ധി, ഏതെങ്കിലും വഴിയിൽ നിങ്ങളുടെ കൈകളിലേക്ക് ഒരു ധനം വന്നു ചേരുക, സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. കടബാധ്യതകളോ സാമ്പത്തിക പ്രശ്നങ്ങളോ ഒക്കെ പരിഹരിക്കാൻ പറ്റുന്ന സമയം. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, ഭാഗ്യമെന്ന് പറയുന്ന പലർക്കും പലതരത്തിലായിരിക്കും. ചിലർക്ക് ആഗ്രഹിക്കുന്ന ഒരു ജോലി ലഭിക്കുന്നത് ആ രീതിയിലായിരിക്കും ഭാഗ്യം വരിക. മറ്റു ചിലർക്ക് ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ച ഭൂമി, അതുപോലെ ഗൃഹം
നിർമ്മാണം, ഇതിൽ കൂടെയായിരിക്കും ആ ഭാഗ്യം വരിക. അങ്ങനെ ഓരോരുത്തരെ സംബന്ധിച്ച് ഓരോ തരത്തിൽ ആരോഗ്യപരമായിട്ട് ഒരുപാട് കാലങ്ങളായി അനുഭവിച്ചിരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം കിട്ടുന്നതിലൂടെ ആ ഭാഗ്യം ഈശ്വരാനുഗ്രഹം വന്നു ചേരും. ഒരുപാട് നാളുകളായി ഒരു വിവാഹത്തിന് ഇറങ്ങിത്തിരിച്ച് വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന ചില വ്യക്തികൾക്ക് നല്ല അനുയോജ്യമായ മംഗളകരമായ വിവാഹം ആ രീതിയിലായിരിക്കും ഭാഗ്യം വന്നു ചേരുക. ഏതായാലും മീനം രാശിക്കാരെ സംബന്ധിച്ച് വളരെ നല്ല ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ഈ ഒരു സമയം മീനം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ നോക്കി, ജാതകവശാൽ ഇപ്പോൾ ചൊവ്വാദശയാണോ നടക്കുന്നത് അല്ലെങ്കിൽ ചൊവ്വയുടെ അപഹാരമാണോ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ജാതകത്തിൽ ചൊവ്വയുടെ ഭാവവും സ്ഥാനവും ഇപ്പോഴത്തെ ദശാകാലങ്ങളുമൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് ഉത്തമമാണ്. സ്വന്തം ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ഈ ഒരു സമയത്ത് ജാതകവും കൂടെ ഒക്കെ നോക്കി മുന്നോട്ട് പോയാൽ വളരെ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ചൊവ്വയുടെ രാശിമാറ്റം സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.